പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ യുദ്ധത്തെക്കുറിച്ചും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആ വിഷയത്തെക്കുറിച്ച് ഹോർമോസ് കടലെടുക്കാണ് എല്ലാവരെയും അലട്ടുന്ന പ്രശ്നം. കാരണം നമുക്ക് പെട്രോൾ ഡീസൽ വന്നേ പറ്റൂ, ഗ്യാസും വരണം. അതൊരു വലിയ കിറാമുട്ടിയായിട്ട് അവിടെ കിടക്കുന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു. ആ ദരിദ്ര രാഷ്ട്രമായ ഇന്ത്യയെ സമ്പൽ സമൃദ്ധവും വലിയ കരുതൽ വിദേശ നാണയ കരുതൽ ശേഖരവും ഒക്കെയുള്ള സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിനിടയിൽ ഒരു ഗവൺമെൻറ് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു രാജ്യത്തെ ജനം തിരഞ്ഞെടുത്ത ഭരണ സംവിധാനം ഇരിക്കുന്നതിനിടയിലാണ് ഡൽഹി കലാപങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. എല്ലാം കലാപമായിട്ടാണ് മാറുന്നത്. ഞാൻ ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു, വലിയ കലാപങ്ങൾ വരും, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതിനെപ്പറ്റി ഞാൻ മുൻകരുതലുകൾ നിങ്ങൾക്ക് തന്നിരുന്നു. ക്രിസ്ത്യാനികളായ എൻ്റെ വീഡിയോ കേൾക്കുന്ന വ്യക്തികൾക്ക് തന്നിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഘടകം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഒരു സമരം എന്ന നിലയിൽ ഒരാവശ്യം ഉന്നയിച്ച് അതിൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്ക് കലാപത്തിലേക്ക് വലിയ ഭീകരവാദികൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാപത്തിലേക്ക് കടക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കഴിക്കാൻ ആഹാരമുണ്ട്, ഇപ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ മൊബൈൽ ഫോണുണ്ട്, ഇപ്പോൾ നമുക്ക് ക്രയവിക്രയം ചെയ്യാൻ പണമുണ്ട്, ഇപ്പോൾ നമുക്ക് ജോലിയുണ്ട്, കിടക്കാൻ വീടുണ്ട്. ഈ സംവിധാനങ്ങൾ നിലനിൽക്കെ ആണ് നാം ഇതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കലാപം നടത്തുന്നതും ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനെ നശിപ്പിക്കുവാനുള്ള മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇല്ലായ്മ വരുന്നൊരു സമയം, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ, സഞ്ചരിക്കാൻ വാഹനമില്ലാത്ത അവസ്ഥ, പണമില്ലാത്ത അവസ്ഥ, ജോലിയോ വീടോ നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെപ്പറ്റി നാം മനസ്സിൽ ഊഹിച്ചു വെക്കണം. അതിന് പറയുന്ന പേരാണ് കലാപങ്ങൾ. ഇത്തരം സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുകളും അതിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളൊക്കെ ജനങ്ങളടക്കം അവനവൻ്റെ രാജ്യത്ത് അക്ഷീണം പ്രവർത്തിക്കുമ്പോൾ, മറ്റ് ചില സപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചിലരൊക്കെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ എങ്ങോട്ടാണ് ലോകം പോകുന്നത്. ഇതിൻ്റെ എല്ലാം വചനരൂപം ദൈവം യേശുനാഥൻ പറഞ്ഞു വെച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും വിചാരിക്കണം. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ആ ഏൽക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. ഒന്ന്, കാള, അതായത് വയൽ, പണം, സമ്പത്ത്. ആ സമ്പത്ത് തരുന്ന കാനഡ, അമേരിക്ക, ലണ്ടൻ, ദുബായ്, ആ നിലങ്ങൾ, ആ വയലുകൾ, അതിലെ കാളയുടെ പശ്ചാത്തലം, പണം വരുന്ന വഴികൾ, അത് ഇപ്പോൾ നമുക്കറിയാം. കാനഡയിലെ അവസ്ഥ, അമേരിക്കയിലെ അവസ്ഥ, ലണ്ടൻ്റെ അവസ്ഥ ഒക്കെ വളരെ പരിതാപകരമായിരിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വിമാന സർവീസുകൾ നിൽക്കുന്നു, അങ്ങോട്ടുള്ള ജോലി അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ കാള എന്ന സമ്പത്ത്, അത് വയൽ എന്ന സമ്പത്ത്, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഉറവിടങ്ങൾ നശിച്ചു പോകുന്നു. 2, നമ്മൾ കണ്ടത് ആടിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് സഭാവിഭാഗങ്ങൾ. യേശു ക്രിസ്തു ആകുന്ന ഇടയൻ, ആ ഇടയൻ്റെ കീഴിൽ സഭയിൽ പല വിഭാഗങ്ങൾ. നമുക്കറിയാം, 24 റീത്തുകളിലായി ലോകത്ത് മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കത്തോലിക്ക സഭയിലെ 140 കോടി വരുന്ന ജനത്തിന് 24 ആരാധനക്രമങ്ങൾ, അതിനെ ലിറ്റർജി എന്നോ തിയോളജി സൈക്കോളജി ഒക്കെ പഠിച്ചവർക്കറിയാം. ലിറ്റർജി എന്നൊക്കെ പറയുന്നുണ്ട്, ആരാധനക്രമങ്ങളെന്നൊക്കെ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ആടുകൾ, സഭാവിഭാഗങ്ങൾ. അപ്പോൾ അതിനെന്തു സംഭവിക്കും, അതിന് ഉടനടി എന്തു സംഭവിക്കും എന്നുള്ളതും ഇന്നലെ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. വാളെ ഉയരുക, ഇടിയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. ആടുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്ത്യാനികളിലെ റീത്തുകളെ ആണ് ഉദ്ദേശിക്കുന്നത്.
ആടുകൾ ഈശോ പറയുന്നുണ്ട്, ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്. അത് നമ്മൾ ഓർത്ത് വെക്കണം. ഈ തൊഴുത്ത് ഏതാണ്? കത്തോലിക്ക സഭയാവുന്ന തൊഴുത്ത്. ആ സഭയിലെ ആടുകളാണ് 24 റീത്തുകളായിട്ട് വരുന്ന 140 കോടി ജനം വരുന്ന ജനങ്ങൾ. ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളുണ്ട്. അതാണ് നമുക്കറിയാം പന്തക്കോസ്ത് വിഭാഗങ്ങൾ. അതിൽ തന്നെ 100 വിഭാഗങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാം ഹൈന്ദവ മതത്തിലുള്ളവർ, മുസ്ലിം വിഭാഗത്തിലുള്ളവർ, അക്രൈസ്തവരായിട്ടുള്ളവർ, ചൈന പോലുള്ള ഒരു മതമില്ലാത്ത രാഷ്ട്രങ്ങൾ, ജൈനമതം, ബുദ്ധമതം, ജൂതമതം, ഇതെല്ലാം ഓരോ മതങ്ങളാണ്. അപ്പോൾ ആ മതങ്ങളിലും ദൈവത്തിൻ്റെ കുഞ്ഞാടുകൾ അവിടെയുമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നമുക്കറിയാം യേശു വല കടലിലേക്ക് വിരിച്ചു. വല വലിച്ചു കയറ്റിയപ്പോൾ 153 മത്സ്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നല്ല മത്സ്യങ്ങളെ അവർ തൻ്റെ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങളെ കടലിലേക്ക് തിരിച്ച് വലിച്ചെറിയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും ഉണ്ട്. അവർ ചിതറുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നിഗൂഢ രഹസ്യം കൂടെ നിങ്ങൾ അറിയണം. ചിതറുന്നത് ആരാണ്? 24 റീത്തുകളിൽ വരുന്ന റോമും വത്തിക്കാനും കീഴിൽ വരുന്ന നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനങ്ങളും സഭാവിഭാഗങ്ങളുമാണ്. എന്നാൽ നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ മറ്റു മതസ്ഥരായ സത്യദൈവത്തെ അന്വേഷിക്കുകയും ക്രിസ്തുവായിരുന്ന ഏകസത്യമെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ ശേഖരിച്ചു വെക്കുകയും ചെയ്ത അനേക കോടി ആളുകൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുന്നേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൻ്റെ മക്കളായിട്ട് പുറന്തള്ളപ്പെടും. രാജ്യത്തിൻ്റെ മക്കൾ ഏതാണ്? 1 ദൈവരാജ്യത്തിൻ്റെ മക്കളായ ക്രിസ്ത്യാനികൾ, 2 സ്വർഗ്ഗരാജ്യത്തിൻ്റെ ക്രിസ്ത്യാനികളും യഹൂദ ജനങ്ങളും. ഇവർ പുറന്തള്ളപ്പെടുന്ന കർത്താവിനുണ്ട്. അപ്പം പുറന്തള്ളപ്പെടാതെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആടുകളുടെ ഗണത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കോലാടുകളെ അന്ത്യവിധിയിൽ കർത്താവ് പറയുന്ന വചനോട് നമ്മൾ ഓർത്തിരിക്കണം. ഏതാണിത്? കോലാടുകളെ തന്നെ ഇടതുവശത്തും ചെമ്മരിയാടുകളെ തന്നെ വലതുവശത്തും കർത്താവ് നിർത്തും. അപ്പോൾ കോലാടുകളുമുണ്ട്, ചെമ്മരിയാടുമുണ്ട്. ആരാണ് ഈ കോലാട്? കോലാടുകളാണ്, കൊമ്പുള്ള ആടുകളാണ് കോലാടുകൾ. ചെമ്മരി ആടുകളാണ് കൊമ്പില്ലാത്ത ആടുകൾ. അതിന് ചെമ്മരി ആടുകൾക്ക് എന്ത് ഗുണമുണ്ട്? അവർ പരസ്പരം ഇടിക്കുകയില്ല, ഉപദ്രവിക്കില്ല. കാരണം അവർക്ക് കൊമ്പില്ല കുത്താൻ. 2 മൊട്ടത്തല പോലുള്ള ആ തല വെച്ച് ചെമ്മരി ആടുകൾ തമ്മിലിടിച്ചാൽ അവർക്കൊന്നും വേദനിക്കില്ല. അവർ ചുമ്മാ തമാശന് അങ്ങനെ ചെറിയ ഇടികളൊക്കെ ഇടിച്ച് കളിക്കുക. എന്നാൽ കൊമ്പുള്ള ഒരു കോലാട് വന്ന് ഒരു കുത്തിയാൽ അവൻ്റെ കൊമ്പ് കൊണ്ടിട്ട് ശരീരം മുറിയുകയോ വലിയ അപകടമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ടെന്ന് പറയുമ്പോൾ, ചുങ്കക്കാരും വേശ്യകളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, രാജ്യത്തിൻ്റെ മക്കളാട്ടെ പുറന്തള്ളപ്പെടുന്നു പറയുമ്പോൾ, കർത്താവ് നല്ല മത്സ്യത്തെയും ചീത്ത മത്സ്യത്തെയും വേർതിരിക്കുന്നത് പോലെ, ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ, തൻ്റെ റീത്തുകളിൽപ്പെട്ട സഭയിലെ മക്കളുടെ റീത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ ആടുകളെ കർത്താവ് വേർതിരിക്കുകയും ദൂരേക്ക് എറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് അന്ന് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഈ ആടുകളെ കർത്താവ് അടിച്ചു പുറത്താക്കിയത്. എന്ന് പറഞ്ഞാൽ ഈ അടി ഇന്നത്തെ റീത്തുകൾക്ക്, ഇന്നത്തെ സഭാവിഭാഗങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഓർമ്മിച്ച് വെക്കുക, അത് നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുക, അത് നമ്മൾ മനസ്സിൽ കാണുക, അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുക. കാരണം നമ്മൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് റീത്തുകളില്ലാതെ, സഭയില്ലാതെ, വൈദികരില്ലാതെ, കുമ്പസാരം കുർബാനയുമില്ലാതെ, നമ്മൾ ഈ കാണുന്ന സംവിധാനങ്ങളില്ലാതെ, അന്ന് ജെറുസലേമിൻ്റെ ചുറ്റും പാളയം മേടിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ ജെറുസലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവർ പർവ്വതങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞൊരു വചനം ഓർക്കണം. അന്ന് പർവ്വതങ്ങളോട്, അവിടുത്തെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, പർവ്വതങ്ങളോട് ഞങ്ങളെ വന്ന് മൂടുവിനെന്നും മലകളോട് ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിനെന്ന് പറഞ്ഞു തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ ഇനിയും വലിയ അപകടങ്ങളും പ്രതിസന്ധികളും ലോകത്ത് വരാനിരിക്കുകയാണ്. കാരണം ഈ ആടുകളുടെ ഇപ്പോഴത്തെ ജീവിതം സർവശക്തനായ യേശു ക്രിസ്തുവിന് തീരെ ഇഷ്ടമല്ല. അന്ന് പുറത്താക്കിയതാണ്, പോട്ടെ. എന്നിട്ട് ഒരവസരം കൂടി കൊടുത്തു. അവർക്ക് കർത്താവ് തൻ്റെ പാറയാകുന്ന പത്രോസിൻ്റെ ആ വിശ്വാസത്തെ പാറയാകുന്ന അവിടെ പാറ പോലെ ഉറച്ചൊരു സഭയെ അന്ന് സ്ഥാപിച്ചു. പക്ഷേ ആ പാറയുടെ ഉറപ്പ് നാം തന്നെ നശിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഈ ആടുകളുടെ മേൽ ശക്തമായ വിധി പ്രസ്താവിക്കാൻ സമയമായി. ഇനി അവിടെ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരികയാണ്. അതാണ് പ്രാവ്. ആ പ്രാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും
നാണയമാറ്റായിരുന്നവരുടെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അപ്പോൾ പ്രാവിനെ വിൽക്കുന്നവരടുത്തേക്ക് വന്നപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു വ്യത്യാസം കർത്താവ് കാണുന്നത്. ഈ ആടുകളുടെയും കാളകളുടെയും അടുത്തേക്ക് കർത്താവ് ചമ്മട്ടി ചുഴറ്റി അടിച്ചു വരികയും എന്നാൽ ആ പ്രാവ് വിൽപ്പനക്കാരൻ എടുത്തു വരികയും ചെയ്തപ്പോൾ യേശു ആ ചമ്മട്ടി അടിക്കാതെ ചമ്മട്ടി താത്തി പിടിച്ചിട്ട് പറയുന്നൊരു വാക്യമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ മെയിൻ പോയിൻ്റായിട്ട് നമ്മൾ പറയാനുള്ളത്. അവർ ചമ്മട്ടി ഉണ്ടാക്കി ആ കാളുകളും ദേവാലയത്തെ പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞു. ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. അപ്പോൾ അതിൻ്റെ മേൽ കർത്താവ് ചുഴറ്റി അടിച്ചില്ല. കാരണം എന്തുകൊണ്ടാണ് പ്രാവുകളെ കർത്താവ് അടിക്കാതെ തൻ്റെ കയ്യിലിരിക്കുന്ന ചമ്മട്ടി കൊണ്ട് പ്രാവിൻ്റെ നേരെ അടിച്ചാൽ എന്തു സംഭവിക്കും? പ്രാവുകൾ പിടഞ്ഞു വീണ് മരിക്കും. അപ്പോൾ പ്രാവിനെ അടിക്കാതിരുന്ന അതുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നൊരു വചനമുണ്ട്. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്. യേശു യോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിന്നു. സ്നാപകൻ തൻ്റെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കർത്താവായി യേശു ക്രിസ്തു ശിരസിലേക്ക് ഒഴിച്ചപ്പോൾ സ്വർഗം തുറക്കുന്നതും ആകാശം തുറക്കുന്നതും പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഒറ്റ സെക്കൻഡിൽ യേശുവിൻ്റെ ശിരസിലൂടെ വന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ശരീരം മുഴുവൻ ആവസിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ പ്രാവിൻ്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് എന്നത്. അപ്പോൾ പ്രാവിൻ്റെ രൂപമുണ്ടായിരുന്ന പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ രൂപമുണ്ടായിരുന്ന പ്രാവും തുല്യമാണ്. അപ്പോൾ ആ പ്രാവിനെ കണ്ടപ്പോൾ കർത്താവ് യോർദാൻ നദിയിൽ തൻ്റെ ശിരസിലേക്ക് വന്ന പരിശുദ്ധാത്മാവിൻ്റെ ചിഹ്നമായ ഈ പ്രാവുകളെ കർത്താവ് കണ്ടു. എന്നിട്ടും കർത്താവ് ഈ പ്രാവുകളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടും അന്ന് അവരോട് പറഞ്ഞ വിൽക്കുന്നവരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. കാരണം ഞാൻ എൻ്റെ ചമ്മട്ടി ചുഴറ്റിയടിച്ച ചത്തുപോകും. കാരണം കൊല്ലാനല്ല കർത്താവ് ആഗ്രഹിച്ച് ഇവയെ എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ പ്രാവുകളെ ദൈവം അർത്ഥമാക്കുന്ന ഇന്നത്തെ അർത്ഥം പ്രാവുകൾക്ക് കർത്താവ് തരുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ സുവിശേഷം, വിവാഹം, കുംഭസാരം, കുർബാന പോലത്തെ കുദാശകൾ, നമ്മുടെ ആരാധനകൾ, വചനപ്രഘോഷണങ്ങൾ, കർത്താവിനെക്കുറിച്ചുള്ള എല്ലാ തീഷ്ണത നിറഞ്ഞ ധ്യാനങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ, നന്മ പ്രവൃത്തികൾ, പാപപരിഹാര പ്രവൃത്തികൾ എല്ലാം പ്രാവിൻ്റെ ഗണത്തിലാണ് വരുന്നത്. കാരണം എന്താണ്? ഓരോ പ്രാർത്ഥനകളിലും കൗദാശിക തലത്തിൽപ്പെട്ട പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളിലാണ് എന്തുള്ളത്? പരിശുദ്ധാത്മാവ് ഉള്ളത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത പ്രാർത്ഥനകളും ധാരാളമുണ്ട്. 7 കൂദാശകളെ സംബന്ധിക്കുന്ന ആ പ്രാർത്ഥനകളിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലുണ്ട്. എന്നാൽ നമുക്കറിയാം, ഇതൊന്നുമില്ലാതെ ദേവാലയങ്ങളിൽ, നമ്മുടെ സഭകളിൽ എത്രയോ പ്രാർത്ഥനകൾ പരിപാടികൾ നടക്കുന്നു. നമുക്കറിയാം, 100 കണക്കിന് 1000 പ്രാർത്ഥനകൾ നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ സഭയിലും നടക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഗീവർസ് പുണ്യാഴ്ച തിരുനാളാണെന്ന് പറഞ്ഞ് ആവശ്യമില്ല എല്ലാ തിരുനാളുകളിലും ഒരു തിരുനാളിലുകളും പ്രാവില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് യഥാർത്ഥ തിരിച്ചറിവ്. ഇതിന് പറയുന്ന പേരാണ് ജ്ഞാനം. 7 കൂദാശകളെ സംബന്ധിക്കുന്ന പ്രവൃത്തികൾ, അദൃശ്യനായ ദൈവത്തിന് ദൃശ്യമായ അടയാളമാണ് കൂദാശകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കൂദാശകളിൽ പരിശുദ്ധാത്മാവുണ്ട്. അത് പ്രാവിൻ്റെ രൂപത്തിൽ തന്നെയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധ കുർബാന നമ്മുടെ അതിരത്തിലേക്ക് സ്വീകരിച്ച് ആ അപ്പം, ആ തിരുവോസ്തി, നമ്മുടെ ആ കൂദാശയാണ് തിരുവോസ്തി നമ്മുടെ നാവിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രാവിൻ്റെ രൂപത്തിലുള്ള പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. എന്നാൽ എന്തു സംഭവിക്കുന്നു? അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് നമ്മളൊരു സിനിമയോ സീരിയലോ അല്ലെങ്കിൽ ആ പടമോ ഈ പടമോ ആ പാട്ടോ ഈ പാട്ടോ കേട്ട് കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? അതിലൂടെ ഒരു ദുരാത്മാവ് നമ്മുടെ അടുത്തേക്ക് കയറി വരും. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പ്രിയപ്പെട്ട നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ എലിവിഷവും എടുത്ത് നമ്മൾ കഴിച്ചാൽ ഏതിനായിരിക്കും ശക്തി? രണ്ടും ഒരേ അളവിലാണുള്ളത്. 1 ടീസ്പൂൺ പഞ്ചസാര നമ്മളെടുത്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ 1 ടീസ്പൂൺ എലിവിഷം നമ്മളെടുക്കുന്നു. ഏതിനാണ് ശക്തി? പഞ്ചസാരയ്ക്കാണോ മരണത്തെ തടഞ്ഞു നിർത്താൻ ശക്തി? അതോ വിഷത്തിനാണോ മരണത്തെ തടഞ്ഞു നിർത്താൻ ശക്തിയുള്ളത്? വിഷം മരണത്തെ തടഞ്ഞു നിർത്തുമോ? ഇല്ല.
പഞ്ചസാര ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വിഷം നിർവീര്യമാകുമോ? വിഷത്തിന് ശക്തി കുറയുമോ? ഇല്ല. ഏതിനാണ് ഇനി ഒരു കിണ്ടൽ പഞ്ചസാരയും 2 ടീസ്പൂൺ വിഷവും എടുത്ത് അതിൻ്റെ മേലെ ഇട്ടാലോ? വിഷത്തിൻ്റെ അംശം കുറവാണെന്ന് കരുതി അല്പം കുറവാണ്, ഒരു കിണ്ടലോളം പഞ്ചസാര എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ മരണത്തെ രക്ഷിക്കാൻ ആ പഞ്ചസാരയ്ക്ക് കഴിയുമോ? ഇല്ല. അപ്പോൾ ശക്തിയുള്ളത് ആർക്കാണ്? സാത്താനാണ്, വിഷത്തിനാണ്, മരണത്തിനാണ്. അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയിലെ പരിശുദ്ധ കുർബാനയുടെ പ്രാവിൻ്റെ രൂപത്തിലുള്ള ആത്മാവിൻ്റെ ശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും എന്നിൽ പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് പറന്നിറങ്ങി എന്നിൽ വസിക്കുകയും ചെയ്യുമ്പോൾ അന്ന് വൈകിട്ട് മോശമായൊരു പ്രവൃത്തിയോ ഇന്നത്തെ സിനിമ പോലത്തെ സാധനമോ അല്ലെങ്കിൽ ബ്ലൂ ഫിലിമോ അത് തത്തുല്യമായ എന്തെങ്കിലും പ്രോഗ്രാമുകൾ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ടെലിവിഷനിലോ മറ്റ് മീഡിയകളിൽ കൂടെയൊക്കെയോ നാം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അത് മുഴുവനും അശുദ്ധവും വിശുദ്ധിയില്ലാത്തതും അത് മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ളതാണെങ്കിൽ ആദ്യത്തെ പ്രാവിന് ക്ഷതമേൽക്കുകയും ആ പ്രാവ് നമ്മുടെ ഹൃദയത്തിൽ മരിച്ചു വീഴുകയും ചെയ്യും. പക്ഷേ ജീവൻ പ്രാപിക്കുന്നതായിരിക്കും മരണത്തിന് ശക്തിയുള്ളത്. ആ പ്രാവിൻ്റെ ശക്തിക്ക് അവിടെ ശക്തിയുണ്ടോ? ഇല്ല. എന്നാൽ ആ പ്രാവിൻ്റെ ശക്തി ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ ശക്തി ഇല്ലേ? ഉണ്ട്. എങ്ങനെയാണ്? ആ പ്രാവ് മാത്രമേ നമ്മുടെ ഹൃദയത്തിലുള്ളൂവെങ്കിൽ ആ പ്രാവിൻ്റെ ശക്തി അപാര ശക്തിയാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്, ദൈവം തന്നെയായ പരിശുദ്ധാത്മാവാണ്. പക്ഷേ ആ പ്രാവിനോട് ചേർന്ന്, ആ പരിശുദ്ധൻ്റെ അഗ്നിയോട് ചേർന്ന് ഒരു ദുഷ്ടശക്തിയുടെ ആത്മാവിനെ കയറ്റി വിട്ടാൽ എന്തു സംഭവിക്കും? രണ്ടും കൂടെ തമ്മിൽ യുദ്ധമാകും. ആ യുദ്ധത്തിൽ എന്തു സംഭവിക്കും? ദുരാത്മാവ് നമ്മളെ കീഴ്പ്പെടുത്തും. ഇതാണെന്ന് പ്രിയപ്പെട്ടവർ സംഭവിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ വന്ന് എടുത്തു? നമുക്കറിയാം, നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്നാണ് പന്തക്കോസ്ത് വിഭാഗങ്ങളിൽ കടന്നുപോയത്, യഹോവ സാക്ഷിയിൽ രൂപപ്പെട്ടത്, മറ്റ് സഭാവിഭാഗങ്ങളിൽ രൂപപ്പെട്ടത്. ഇന്ന് നിരവധിയായ രൂപങ്ങൾപ്പെടുന്നതൊക്കെ എന്താണ്? ഈ സഭയിൽ നിന്നാണ് മറ്റൊരു സഭകൾ രൂപപ്പെട്ടത്. അപ്പോൾ ഈ സഭയിൽ നിന്ന് ഈ പരിശുദ്ധമ്മനെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ കർത്താവരെ കൊടുത്തുവിടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ എന്തുകൊണ്ട് ഈ സഭയിൽ നിന്നും ഈ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു? ആ പ്രാവ് എന്ന ആ പരിശുദ്ധിയെ സഭയിൽ നിലനിർത്താൻ പറ്റിയിട്ടില്ല. ഇന്ന് നമുക്കറിയാം, നമുക്ക് ഈ സുവിശേഷ സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു സത്യം ഏതാണ്? ഈ സുവിശേഷ പ്രഘോഷണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു സഭ വളർന്നതെങ്കിൽ പിന്നീട് അത് ദേവാലയം പണി, വലിയ ദേവാലയങ്ങളുടെ പണികൾ, വലിയ പാരിഷ് ഹാളുകൾ, പള്ളിമുറികൾ, അതുപോലെ നേഴ്സിംഗ് കോളേജുകൾ, വലിയ ആശുപത്രി സമുച്ചയങ്ങൾ, അതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, അതോടൊപ്പം വിജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പോലത്തെ വലിയ കോളേജുകൾ, വിദ്യാഭ്യാസ സംബന്ധമായ സ്ഥാപനങ്ങളെല്ലാം ഇതോട് ചേർന്ന് വന്നപ്പോൾ എന്തു സംഭവിച്ചു? നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്തു സംഭവിച്ചു? ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ ആവശ്യമുള്ളവർ കർത്താവിൻ്റെ വചനമാകുന്ന പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ടുപോയി അവർ ലോകം മുഴുവൻ സുവിശേഷം കൊടുത്തു. പക്ഷേ നമ്മളപ്പോൾ എന്ത് ചെയ്തു? സാത്താൻ്റെ പുറകെയായ വിഗ്രഹാരാധനയിലേക്ക് പോയപ്പോൾ നമ്മുടെ സഭ നശിച്ചു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുകയെന്ന് പറഞ്ഞപ്പോൾ പ്രാവിനെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ അവരുടെ രീതിയിൽ കൊണ്ടുപോയി പ്രാവിനെ ഉപയോഗിക്കാൻ തുടങ്ങി. മലങ്കരത്തിൽ പ്രാവിനെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന പോലെയല്ല ആർ സിയിൽ പോലെയല്ല ഓർത്തഡോക്സിൽ പോലെയല്ല പന്തക്കോസ്തായിൽ വ്യത്യാസമുണ്ട്. എല്ലാം ഒരു പ്രാവ് തന്നെ, പക്ഷേ ഒരു ക്രിസ്തു തന്നെ. പക്ഷേ അവിടെ എന്തായി? പല പ്രാവും പല രീതിയിലും വന്നപ്പോൾ എല്ലാം കൂടെ മനുഷ്യന് ഉപകാരമില്ലാത്ത രീതിയിൽ വന്നു. എന്തുകൊണ്ടാണ്? യഥാർത്ഥ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. യഥാർത്ഥ വിശുദ്ധിയും പരിശുദ്ധിയും നേടി ജ്ഞാനത്തോടെ പരിശുദ്ധാത്മാവെന്ന പ്രാവിനെ ഹൃദയത്തിൽ നിലനിർത്താൻ ഇന്ന് ആർക്കും താല്പര്യമില്ല, അറിയത്തുമില്ല. ഇനി അതിലും പറഞ്ഞു കൊടുത്താൽ നിലനിർത്താനും ഇഷ്ടമില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? പ്രാവ് സ്വയം പറന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് കർത്താവ് വന്ന് പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ദേവാലയത്തിൽ നിന്നും ഈ പ്രാർത്ഥനകൾ എടുത്തുകൊണ്ട് പോകാൻ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ വന്നിരുന്ന് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ദേവാലയത്തിലെ പ്രാർത്ഥനകൾ നിന്നു പോകും. ദേവാലയത്തിലെ പ്രാർത്ഥനയേക്കാൾ അപ്പുറം നമ്മുടെ ഭവനങ്ങളിലെ പ്രാർത്ഥനകൾ, അവിടുത്തെ കൂട്ടായ്മകൾ, അവിടുത്തെ സ്നേഹവും ഐക്യവും, അവിടെ തിരുവചനത്തിലൂടെയുള്ള പരിശുദ്ധമ്മൻ്റെ അഗ്നി നമ്മളിൽ നിറയുന്ന അവസ്ഥ, ആ വചനത്തിൽ നിന്നും പ്രാവുകളെ നമുക്ക് ലഭിക്കണം. ദേവാലയത്തിൽ നിന്നും ഇതെടുത്തുകൊണ്ട് പോകുമ്പോൾ ദേവാലയത്തിലില്ല ഇത്. ഇന്നത്തെ കത്തോലിക്ക സഭയിലെ ഏത് രീതിയിൽപ്പെട്ട പ്രാർത്ഥനകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് ഇപ്പോഴത്തെ പശ്ചാത്തലം മനസ്സിലാവും നമുക്ക്.
വ്യക്തമായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ള അവസരം ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിന് പറയാനുണ്ട്. പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ പറയാതിരിക്കണം നല്ലത്. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പ്രാവ് അന്ന് എടുത്തുകൊണ്ട് പോയ ദേവാലയത്തെങ്കിൽ ഇന്നും നമ്മുടെ സഭയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അതുകൊണ്ടാണ് നമ്മുടെ സഭയിലെ സഭാതർക്കങ്ങൾ, സഭയുടെ നാശം, ക്രിസ്ത്യാനികളുടെ തളർച്ച, ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു പോയത്, ഇന്നത്തെ വിവാഹത്തിലെ അപാകതകൾ, വസ്ത്രധാരണത്തിലെ അപാകതകൾ, വിശ്വാസം വിശുദ്ധിയിൽ നിന്ന് ജനം ഓടിയാകുന്നത്, മറ്റ് സഭകൾ പലതും രൂപപ്പെട്ടത്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം യഥാർത്ഥ ക്രിസ്തുവിൽ നിന്നും യഥാർത്ഥ പരിശുദ്ധാത്മാവിൽ നിന്നും ജനം അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ വിശുദ്ധവും പരിശുദ്ധവും അല്ലാതായി മാറി. അപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവിനെ മറ്റാരൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇന്ന് അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിൽ പരിശുദ്ധാത്മാവുണ്ടോ, പ്രാവുണ്ടോ? ഇല്ല. പിന്നെ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെയോ അതെന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ്. എന്തൊക്കെയോ കുറേ കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഞാൻ കൂടുതൽ വിശദമായിട്ട് ആഴങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കർത്താവ് പറയാണ്, അപ്പോൾ 3 കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു. 1 സമ്പത്ത്, 2 സഭകൾ, 3 പ്രാർത്ഥനകൾ. പ്രാവെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ. ആവശ്യമില്ലാത്ത എന്തെല്ലാം പ്രാർത്ഥനകളാണ് സഭയ്ക്കകത്ത്. എന്തെല്ലാം നൊവേനുകൾ, എന്തെല്ലാം പുണ്യാളിച്ചന്മാരുടെ പ്രാർത്ഥനകൾ, എന്തെല്ലാം പന്തൽ പ്രദർശനങ്ങൾ, എന്തെല്ലാം ചണ്ടമേളങ്ങൾ, വാറ്റുമേളങ്ങൾ, എന്തെല്ലാം പാട്ടുകൂത്തുകൾ, എന്തെല്ലാം മോശമായ സിനിമാ ഗാനത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസിക് പാട്ടുകൾ, അത് ഓർഗം വെച്ചുള്ള പാട്ടുകൾ, ഫ്ലൂട്ടുകൾ ഉപയോഗിച്ചുള്ള പാട്ടുകൾ. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിട്ട് കർത്താവ് ദാനിയേൽ എന്തുകൊണ്ടാണ് മുട്ടുമടക്കായിരുന്നത്? കൊമ്പ്, കുഴൽ, കിന്നരം, വീണ, നാഗസ്വരം, ചെണ്ട, ഈ വാദ്യമേളങ്ങൾ കേട്ടപ്പോൾ ദാനിയേൽ അവിടെ കുമ്പിട്ടില്ല. പക്ഷെ നമ്മുടെ സഭ വിഭാഗങ്ങളെല്ലാ അച്ഛന്മാരും അത്രന്മാരും ക്രിസ്ത്യാനിലും എല്ലാവരും എന്തെങ്കിലും പാട്ട് പാടി അവിടെ കുമ്പിടുന്നു. എല്ലാ വാദ്യമേളകളുടെ മുമ്പിൽ കുമ്പിടുന്നു. പക്ഷെ നമുക്ക് അറിവിജ്ഞാനം ഉണ്ടോ? ഒരു ബുദ്ധിബോധം ഇല്ലതാണ്. ആ രീതിയിൽ ഇപ്പോൾ എത്തി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിൻ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പ്രാവിനെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. പ്രാവ് തന്നെ സ്വയം പറന്ന് നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു. നമ്മളിന്ന് വിട്ടുപോയി പ്രാവ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ഈ വചനങ്ങളെല്ലാം നിറവേറുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക്, യഥാർത്ഥ സത്യവിശുദ്ധിയിലേക്ക്, യഥാർത്ഥ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ജ്ഞാനത്തിൻ്റെ തലങ്ങളിലേക്ക് നാം കടന്നില്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. തെറ്റായ പലതും ധരിക്കേണ്ടി വരും, തെറ്റായ പലതും പഠിക്കേണ്ടി വരും, തെറ്റായ പലതിനെ സ്വീകരിക്കേണ്ടി വരും. ആ തെറ്റിനെ നമ്മൾ ദൈവമായി കാണുന്ന അവസ്ഥ തൊട്ടുമുമ്പിലുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇന്നിപ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എന്നേ ഇല്ലാതെയായി. ഉക്രൈൻ ജനത അനുഭവിക്കുന്ന പീഡകൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ വേദനകൾ, അതിൻ്റെ വേദനകൾ പേറുന്ന ഭരണകൂടങ്ങൾ, അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തലസ്ഥാനം നടക്കുന്ന അസ്വസ്ഥതകൾ, അനേകം പൈശാചി ശക്തികൾ നീതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ, ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താനുള്ളതല്ല, പ്രാവിനെ പറത്തിക്കളയാനുള്ളതല്ല, പ്രാവിനെ പിടിച്ച് ഹൃദയത്തിൽ കുടിയിരുത്താനുള്ളതാണ്. അത് ഓർത്തുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഈ കൗദാശി തലങ്ങളിലോ ഈ ദൈവവചനത്തിലോ ആഴപ്പെടാൻ. അല്ലെങ്കിൽ കർത്താവ് പറയും, ഈ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന് കർത്താവ് പറഞ്ഞ പോലെ ഈ വ്യക്തിയിൽ നിന്ന് ഈ പ്രാവ് നഷ്ടപ്പെട്ടു പോട്ടെ എന്ന് കർത്താവ് പറയുന്ന അവസരം പറഞ്ഞിട്ടുണ്ട്. അതാണ് ചുങ്കക്കാരും വേശികളും നിങ്ങൾക്ക് പിന്നെ സ്വരാജ്യത്തിൽ പ്രവേശിക്കുന്ന കർത്താവ് പറഞ്ഞത്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാവിനെ ദേവാലയത്തിൽ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് അതിൻ്റെ ഉടമസ്ഥരോട് എടുത്ത് പറഞ്ഞപ്പോൾ അവരത് എടുത്തുകൊണ്ട് ദേവാലയത്തിൽ പുറത്തേക്ക് പോയി എന്നതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ നിന്നും പ്രാവ് പറന്നു പോയിട്ടുണ്ടോ? നമ്മുടെ സഭയാകുന്ന ഇടവകയിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രാവ് പറന്നു പോയിട്ടുണ്ടോ? നമ്മുടെ രൂപതകളിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന്, ആഗോള സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അതോ ആരെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ? അതോ പ്രാവ് സ്വയം പറന്നു പോയതാണോ? അങ്ങനെ പ്രാവിന് വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പശ്ചാത്തലമാണോ സഭയ്ക്കുള്ളിൽ ഉള്ളത് എന്ന് പരിശോധിക്കുവാൻ നാം ഇപ്പോൾ തരണം. അത് വ്യക്തിതലത്തിൽ ഞാൻ എൻ്റെ വ്യക്തിയിൽ എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവുണ്ടോ എന്ന് വ്യക്തിതലത്തിൽ ഞാൻ പഠിക്കണം. 2 നമ്മുടെ ഇടവക തലത്തിൽ, 2 രൂപത തലത്തിൽ, 2 കേരള സഭയിൽ, 3, 4 ആഗോള സഭയിൽ ഈ പ്രാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഈ സഭയിൽ നിന്നും പ്രാവിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ, പഠിക്കുവാൻ, പ്രാർത്ഥിക്കാനുള്ള അവസരമാണിത്. കാരണം ഈ പ്രാർത്ഥനയിൽ വിശുദ്ധിയിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നതാണ് നാളെയോ നാളെ കഴിഞ്ഞോ വരുന്ന വൻ കലാപങ്ങൾ. ഒരു ഗവൺമെൻറ്റിനെ, ഇത്ര ശക്തമായൊരു ഭരണകൂടത്തെ, ഇത്ര ഭരണ സംവിധാനങ്ങളെ, ഇത്ര കെട്ടുറപ്പുള്ള ഭരണത്തെ അട്ടിമറിക്കുക അല്ലെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കാൻ തക്കവിധം വലിയ പ്രക്ഷോഭങ്ങൾ ലോകത്ത് വരുമ്പോൾ
അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന അരാജകത്വം, അവിടെ സംഭവിക്കുന്ന മരണഭീതി, അവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ, അതിൻ്റെ പിന്നാമ്പുറയിൽ നടക്കുന്ന കൊള്ളിവയ്പ്പും മറ്റ് അസ്വസ്ഥതകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. കാരണം ഇതെല്ലാം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുമെന്ന ആ വചനത്തിൽ നാം എത്തപ്പെട്ടു. ആ പശ്ചാത്തലം, കാലഘട്ടം, ഡേറ്റ് നമ്മളെ മുമ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മൂന്നും ഈ കാര്യങ്ങൾ ഊന്നി പറയുന്നത്. ദേവാലയത്തിൽ നിന്നും എന്തെല്ലാം നമുക്ക് നഷ്ടമാകും, നഷ്ടപ്പെടും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയ സഹോദരനെ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പ്രാവ് എന്ന് പറയുന്നത് പ്രാർത്ഥനകളെ സൂചിപ്പിക്കുന്നു, പ്രാർത്ഥനയിലെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു, പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു, ഉപവാസത്തെ സൂചിപ്പിക്കുന്നു. അത് കർത്താവ് മറ്റൊരു രീതിയിൽ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. അതുകൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹോസിയ 2:8, അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നമാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല. അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും. അതാണ് കൊയ്ത്തുകാലം. ഇതാണ് കൊയ്ത്തുകാലം പ്രിയപ്പെട്ടവരെ. യുഗാന്ത്യത്തിലാണ് കൊയ്ത്ത്. ആ കൊയ്ത്തിൽ കർത്താവിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്നവർ കർത്താവിൻ്റെ കൊയ്ത്തിൽ ശേഖരിക്കപ്പെടും. അല്ലാത്തവരോ ആ കൊയ്ത്തിന് പുറത്ത് പതിരായിട്ട് നാശത്തിലേക്ക്, അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയും. അതിൻ്റെ കർത്താവാണ് കൊയ്ത്ത് കാലമാകുമ്പോൾ ധാന്യവും എന്ന് പറഞ്ഞാൽ, ധാന്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ഭക്ഷണം, പണം, ധനം, ധാന്യം ഉപയോഗിച്ചുള്ള ആരാധനകൾ, കുർബാനകൾ, ഇതെല്ലാം ധാന്യത്തെ സൂചിപ്പിക്കുന്നു. വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞ് എന്ന് പറയുമ്പോൾ വിശുദ്ധി, വിവേകം, ജ്ഞാനം, നീതിബോധം, സത്യസന്ധത, ആത്മസംയമനം, പരിശുദ്ധമായ ഫലങ്ങൾ എല്ലാം വീഞ്ഞിൻ്റെ ഗണത്തിലാണ് വരുന്നത്. കുർബാനകൾ, ധ്യാനങ്ങൾ, ആരാധനകൾ, വിവാഹം, വിശുദ്ധി, ഇതെല്ലാം വീഞ്ഞിൻ്റെ ഗണത്തിൽ വരും. ഇതെല്ലാം കർത്താവ് കൊയ്ത്ത് കാലമാകുമ്പോൾ നമ്മിൽ നിന്ന് തിരിച്ചെടുക്കും. ഇത് ലഭിക്കാത്ത അവസ്ഥ വരും, കിട്ടാത്ത അവസ്ഥ വരും എന്ന് കർത്താവ് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ, അത് വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. ഇതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത ദിവസം തരുന്നതായിരിക്കും. കാരണം ക്ലാസ്സുകൾ ഒരുപാട് നീണ്ടു പോകുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം ഒത്തിരി ആൾക്കാരൊന്നും ഇത് കേൾക്കുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് കേൾക്കുന്നതിന് മതി, 10 പേര് കേട്ടാലും മതി. പക്ഷെ അതെല്ലാം അർത്ഥമാക്കുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഇത് തങ്ങി നിൽക്കത്തക്ക രീതിയിൽ തങ്ങി നിൽക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെടാൻ പോകുന്നു, നമ്മുടെ സഭയുടെ തകർച്ച വരാൻ പോകുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ ശൂന്യമാകാൻ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ജാഗ്രതയിലായിരിക്കുക. അതിനായി നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി സർവശക്തനായ യേശുനാഥൻ സംരക്ഷിക്കുമാറാട്ടെ. കർത്താവായ യേശു തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ശക്തിപ്പെടട്ടെ. കർത്താവായ യേശു തിരുവചനത്തിലെ ആത്മാവിൻ്റെ പരിരക്ഷയും ഞാനും നമ്മുടെ നീതിബോധവും നമ്മുടെ നിലനിൽക്കുമാറാട്ടെ. അതിനായി നമ്മൾ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.